സാറ് കഴിക്കണം. വലിയൊരു സ്റ്റണ്ടൊക്കെ കഴിഞ്ഞു വന്നതല്ലേ? സ്റ്റണ്ടോ? അതെ. എന്തിനായിരുന്നു ഈ കലാപരിപാടികൾ? ജീപ്പ് കൊണ്ടിരിക്കാൻ വരവും ത്രില്ലിങ്ങും. ആദ്യം ഞാനങ്ങ് പേടിച്ചുപോയി. പിന്നെ സാറിന്റെ സഡൻ എൻട്രിയും ഫൈറ്റും ഒക്കെ കണ്ടപ്പോ മനസ്സിലായി. ദേവൻ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഹാറ്റ്സ് ഓഫ്. അതുപോട്ടെ, ഏത് വിധത്തിലും നിങ്ങളെ സ്വാധീനിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഒരുക്കിയതാണ് ഇതെല്ലാം. പ്ലീസ് എൻജോയ്. ഇതിനൊക്കെ ഇനി അവസരമുണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം? പൊല്യൂഷനെതിരെ നിങ്ങൾ സമരം തുടങ്ങിയാൽ ഫാക്ടറി പൂട്ടേണ്ടി വരും. 4,000 തൊഴിലാളി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണത്. അതിൽ എത്രയോ ഇരട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വേറെയുണ്ട്. അവരാരും സഹകരിക്കില്ല. നിങ്ങൾ ഒറ്റപ്പെടുകയുള്ളൂ. ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നിങ്ങളെപ്പോലെ ശക്തിയുള്ള ഒരു യൂണിയൻ ലീഡറുടെ സഹായം എനിക്ക് വേണം. ദേവൻ എന്നോടൊത്ത് നിൽക്കാമോ? ആദ്യം അത് പറയൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഏറിയാൽ 4-5 വർഷം കൂടി ഈ ഫാക്ടറി നടന്നേക്കാം. അതിനപ്പുറം ഗവൺമെന്റിന് റോ മെറ്റീരിയൽസ് തരാനാവില്ല. ഫാക്ടറി പൂട്ടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണം. വേവുന്ന പുരയിൽ നിന്ന് ഊരുന്ന കഴുക്കോൽ ലാഭം അല്ലേ? യെസ്, യു സെഡ് ഇറ്റ്. ഇതുപോലെ എത്ര യൂണിയൻ നേതാക്കളെ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്? ആരും ഒഴിവല്ല. ഉണ്ണിത്താന്റെ KTUC ആയിരുന്നു മേജർ പാർട്ട്ണർ. ഷേഖുവായിരുന്നു പ്രധാനി. ആ സ്ഥാനത്തേക്കാണ് ഞാൻ ദേവനെ വിളിക്കുന്നത്. ഈ മീറ്റിംഗ് രഹസ്യമായിരിക്കണം. അതെന്റെയും കൂടെ ആവശ്യമാണല്ലോ. ഒഴിക്കട്ടെ സാർ? വേണ്ട. ഇവരാരെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അല്ല, ഇതിലാണ് കൂടുതൽ താല്പര്യം. ചില അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിച്ചാണ് നമ്മൾ ഈ സംഘടന ആരംഭിച്ചത്. അത് മറന്ന് മാനേജ്മെന്റിൽ നിന്ന് ദേവൻ പണം വാങ്ങിച്ചത് ഒരുതരം വഞ്ചനയാണെന്ന് ഞാൻ പറയും. വഞ്ചിക്കാനായിരുന്നെങ്കിൽ ഈ പണം വാങ്ങിയ വിവരം നിങ്ങളെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. പൊല്യൂഷനെതിരെയുള്ള സമരത്തിൽ നിന്ന് നാം പിന്മാറണമെന്ന് പറയുന്നതിന്റെ കാരണം വേറെയാണ്. ഈ മലിനീകരണം കൊണ്ട് നാട്ടുകാരനുഭവിക്കുന്ന നാശനഷ്ടങ്ങൾ അറിഞ്ഞിട്ടും നമ്മുടെ ഫാക്ടറിയിലെ ഒരു യൂണിയനെങ്കിലും എതിർത്തിട്ടുണ്ടോ? സ്വന്തം കാര്യത്തിനല്ലാതെ പൊതുപ്രശ്നത്തെ നേരിടാൻ ഒരു സമരത്തിനോ പണിമുടക്കിനോ തൊഴിലാളിയെ കിട്ടില്ല. അവരെ തത്വം പഠിപ്പിച്ച് ബോധവാന്മാരാക്കാൻ സമയമെടുക്കും. അത് കണക്കിലെടുക്കാതെ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ചാടി പുറപ്പെടുന്നത് ബുദ്ധിയല്ല. ഏത് സംഘടനയും ശക്തിപ്പെടുത്താൻ പണം വേണം. കിക്ക് ബാക്സും കമ്മീഷനും കള്ളക്കടത്തുകാരും വഴി അത് നമുക്ക് കിട്ടാനില്ല. ഇവിടുത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ പണത്തിന്റെ ഒരു വിഹിതമാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മുടെ യൂണിയനെ വളർത്താൻ, ശക്തിപ്പെടുത്താൻ. പ്രസാദ്, നീ വരൂ. ആവശ്യത്തിന് ചിലവഴിക്കാം. ഇത് പ്രസാദ് തന്നെ വെച്ചോളൂ. ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഇത് ദേവൻ തന്നെ സൂക്ഷിച്ചാൽ മതി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ്. ഇൻസ്പെക്ടർ ഇരിക്കൂ. ഞാനിപ്പോൾ ആ പദവിയിലല്ല, സസ്പെൻഷനിലാണ്. മേലുദ്യോഗസ്ഥനെ അനുസരിച്ചും പിന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലും കാര്യമില്ലാതെ നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് ക്ഷമ പറയാനാണ് ഞാൻ വന്നത്. ഐ എം സോറി. എന്തിനായിരുന്നു ഈ സസ്പെൻഷൻ? അന്ന് മിസ്റ്റർ ദേവൻ പറഞ്ഞില്ലേ, ഒരു പോലീസ് ഓഫീസർ ഡിഗ്നിറ്റി, അത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന്. യൂണിഫോം കയറിയ ഉടനെ ആ ആവേശത്തിൽ കുറ്റക്കാരുടെ പേരിൽ മുഖം നോക്കാൻ ഞാൻ നടപടിയെടുത്തു. ഒരിക്കൽ ഇവിടെ ഒരു നേതാവുണ്ടല്ലോ, ഉണ്ണിത്താൻ. അയാൾ സ്റ്റേഷനിൽ നിന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ ഞാൻ 2 കൊടുത്തു. ആളന്നത്തെ മന്ത്രിയുടെ മകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിനായിരുന്നു ആദ്യത്തെ സസ്പെൻഷൻ. പിന്നെ പലരുടെ കാലും കൈയും പിടിച്ച് വീണ്ടും ഞാൻ ജോലിയിൽ കയറിയപ്പോൾ ഒരു കാര്യം നിശ്ചയിച്ചു: മേലുദ്യോഗസ്ഥനെ കണ്ണും പൂട്ടി അനുസരിക്കുക. അതിന് കിട്ടിയ ശിക്ഷയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ. അന്വേഷണ വിധേയമായിട്ട്. മതിയായി. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. വരട്ടെ. സസ്പെൻഷൻ അല്ലേ ആയുള്ളൂ. അന്വേഷണം കഴിഞ്ഞു വേണമല്ലോ ശിക്ഷിക്കാൻ. നമുക്ക് നോക്കാം.